കലകളുടെ ക്ഷേത്രമായ കലാക്ഷേത്ര നമ്മുടെ ഈ ഷിക്കാഗോ ലാൻഡിൽ രൂപം കൊണ്ടിട്ട് ഇപ്പോൾ 3 വർഷത്തിൽ കൂടുതലായി. ഈ ഒരവസരത്തിൽ കലാക്ഷേത്രയുടെ ഇതുവരെയുള്ള യാത്രയിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 2007 മുതൽ 2013 വരെയുള്ള കാലയളവിൽ വിവിധ വേദികളിൽ സജീവമായിരുന്നു ശ്രീ അജികുമാർ ഭാസ്കരൻ്റെ കീഴിലുള്ള ചെണ്ടമേള സംഘം. അതിനോടൊപ്പം തന്നെ തീവ്രമായ പരിശീലനത്തിൻ്റെ ഫലമായി പഞ്ചവാദ്യം എന്ന പരിപാവനമായ ക്ഷേത്രകലയും ഈ സംഘം അഭ്യസിക്കുകയും അത് അമേരിക്കയിലെ വിവിധ വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കാത്തിരിപ്പിനൊടുവിൽ 2013 ഫെബ്രുവരിയിൽ ഷിക്കാഗോ കലാക്ഷേത്ര എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഔദ്യോഗികമായി സ്റ്റേറ്റ് ഓഫ് ഇലിനോയിൽ രജിസ്റ്റർ ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഷിക്കാഗോ കലാക്ഷേത്ര വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പഞ്ചവാദ്യം എന്ന പരിശുദ്ധമായ കല അഭ്യസിക്കാനും അവതരിപ്പിക്കാനും കലാക്ഷേത്ര ഒരുക്കുന്ന വേദി പ്രശംസനീയം തന്നെ. 2016 പഞ്ചവാദ്യം തായമ്പക വിദ്വാൻമാരായ ശ്രീ പല്ലാവൂർ ശ്രീധരൻ, ശ്രീ പല്ലാവൂർ ശ്രീകുമാർ എന്നീ ഗുരുക്കന്മാരുടെ കീഴിൽ പഞ്ചവാദ്യ സംഘത്തിന് പരിശീലനം ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2013 മുതൽ 2016 വരെ എല്ലാ വർഷവും ഓണം, വിഷു എന്നീ ആഘോഷങ്ങൾ മലയാള തനിമ ഒട്ടും ചോർന്നു പോകാതെ ആഘോഷിക്കാൻ ഷിക്കാഗോ കലാക്ഷേത്ര പ്രത്യേക പ്രയത്നം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പണ്ടൊക്കെ നാട്ടിൽ ആഘോഷവേളകളിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് പച്ചക്കറി അരിയുന്നത് മുതൽ പാചകം വരെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. നാട്ടിൽ ഇപ്പോൾ പലരും മറന്നുപോയ ഈ ഒരു സന്തോഷം കലാക്ഷേത്ര കുടുംബത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന കാര്യം വളരെ അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവിടെ വിളമ്പുന്ന ഓരോ വിഭവവും വളരെ ശ്രദ്ധാപൂർവം ശ്രീ അജികുമാർ ഭാസ്കരൻ്റെയും ശ്രീമതി അനില അജികുമാറിൻ്റെയും മേൽനോട്ടത്തിൽ കലാക്ഷേത്ര കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒത്തുകൂടി പാചകം ചെയ്ത് വിളമ്പുന്നതാണ്. ഓണവും വിഷുവും മാത്രമല്ല, ഇക്കഴിഞ്ഞ വൃശ്ചികത്തിൽ ഭഗവാൻ അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ പടിപൂജയും അർച്ചനയും ചെയ്യാനുള്ള അവസരവും കലാക്ഷേത്ര നമ്മൾക്കായി ഒരുക്കിയിരുന്നു. മാത്രമല്ല, ഡൊണേഷനായി കിട്ടിയ സംഖ്യയുടെ ഒരു ഭാഗം ചെന്നൈ ഫ്ലഡ് റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയുമുണ്ടായി. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ചെണ്ടമേളം, പഞ്ചവാദ്യം, സംഗീതം, മലയാള ഭാഷ എന്നിവ അഭ്യസിക്കാൻ കലാക്ഷേത്ര സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായി കേരളത്തിൽ ചെണ്ടമേളം അഭ്യസിപ്പിച്ചിരുന്നത് കല്ലിൽ കൊട്ടിയാണ്. ഇതേ രീതി തന്നെയാണ് കലാക്ഷേത്രയും ഇവിടെ അവലംബിക്കുന്നത്. നാട്ടിൽ നിന്നും വിദൂരത്ത് ജീവിതം നയിക്കുന്ന നമ്മെപ്പോലെയുള്ള പ്രവാസികൾക്ക് നാടിൻ്റെ സംസ്കാരവും തനിമയും ഭാവി തലമുറയ്ക്ക് പകർന്നു നൽകാൻ കലാക്ഷേത്ര എന്ന സംഘടന എന്നും ഒരു പ്രചോദനമായി നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.